2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് CPM-നെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടമാണ്. മൂന്നാമതും CPM എന്ന് പിണറായി ഉൾപ്പെടെ നേതാക്കൾ എല്ലാവരും പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ആരുടെ തല കാണിച്ച് അധികാരം പിടിക്കും? ആ ചോദ്യത്തിന് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന് പോലും മറുപടിയില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് തിരിച്ചടി നേരിട്ടാൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ മത്സരിക്കില്ല എന്നുള്ള ചർച്ചകൾ പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് പാർട്ടിയെ കുളം തോണ്ടി പിണറായി കാലുവാരുമെന്ന്. ശൈലജയെ തിരിച്ചു വിളിക്കെന്ന് ഇപ്പോഴേ കരയുകയാണ് ഗോവിന്ദൻ. വെട്ടിയൊതുക്കി മൂലയിൽ ഇരുത്തിയെങ്കിലും ശൈലജയെ കൊണ്ടുവരാൻ പിണറായിക്കും സമ്മതിക്കേണ്ടി വരും. മുഖ്യമന്ത്രി കസേര നോട്ടമിട്ട് റിയാസും വെറുതെ സ്വപ്നം കാണേണ്ട എന്ന് പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കൾ വ്യക്തമാക്കുന്നുണ്ട്. റിയാസിനെ നിർത്തിയാൽ 8 നിലയിൽ പൊട്ടിക്കാൻ CPM-കാർ തന്നെ പണിയെടുക്കും എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. ഈ ഒരു അവസ്ഥയിൽ ആര് ഇനിയിപ്പോൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ തലയാകും എന്നുള്ളതാണ് ചോദ്യം. മന്ത്രി P. രാജീവിൻ്റെയും KN ബാലഗോപാലിൻ്റെയും MB രാജേഷിൻ്റെയും ഒക്കെ പേരുകൾ ശൈലജയുടെ പേരിനൊപ്പം ഉയർന്നു വരുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ തന്നെ CPM-ൽ നിന്ന് പുറത്തേക്ക് വരുന്ന ചില വിവരങ്ങൾ ഉണ്ടായിരുന്നു. അതായത് പിണറായി വിജയൻ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ നയിക്കാനുണ്ടാകും, എന്നാൽ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി മത്സരിക്കില്ല എന്നുള്ള ചർച്ചകൾ അന്നേ വന്നതാണ്. അതായത് പിണറായി വിജയനെ ഇനി കാണിക്കാൻ കഴിയില്ല. കാരണം ജനങ്ങൾ വലിയ രീതിയിൽ പിണറായി വിജയന് എതിരായിട്ടുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ആശാ വർക്കർമാരുടെ സമരം അതത്ര നിസ്സാരമല്ല. CPM-നെ വലിയ രീതിയിൽ എടുത്തിട്ട് കുടയാൻ പോകുന്നതും ഈ തെരഞ്ഞെടുപ്പിൽ ആശാ വർക്കർമാരുടെ സമരമായിരിക്കും. ഇതുമാത്രമല്ല, CPM-നിട്ട് നല്ല 8ന്റെ പണി കൊടുത്തുകൊണ്ട് BJP ഭരിക്കുന്ന ചില പഞ്ചായത്തുകളും കോൺഗ്രസ് ഭരിക്കുന്ന പഞ്ചായത്തുകളും അവിടുത്തെ ആശാ വർക്കർമാർക്ക് അവരുടെ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും കേരളത്തിലെ ബഹുഭൂരിപക്ഷം പഞ്ചായത്തുകളും ഭരിക്കുന്ന CPM നയാ പൈസ കൂട്ടാൻ തയ്യാറായിട്ടില്ല. ഇതെല്ലാം തിരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ CPM-നെതിരാകും എന്നുള്ള ചർച്ചകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പിണറായി വിജയനെ കാണിച്ചാൽ സ്ത്രീകൾ ചൂലെടുക്കും. KK ശൈലജ മുതൽ P. രാജീവും K. രാധാകൃഷ്ണനുമെല്ലാം മുഖ്യമന്ത്രി കസേരയിലേക്ക് പരിഗണിക്കപ്പെടുന്നവരുടെ പേരുകളിലുണ്ട്. കേരളം UDF ഭരിച്ച കാലങ്ങളിൽ പോലും തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ വ്യക്തമായ മേധാവിത്വം ഇടതുപക്ഷത്തിനാണ് ഉണ്ടാകാറുള്ളത്. ഈ രീതി കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി രാഷ്ട്രീയ കേരളം കണ്ടുകൊണ്ടിരിക്കുകയുമാണ്. താഴെ തട്ടുമുതലുള്ള ശക്തമായ സംഘടനാ സംവിധാനവും വർഗ ബഹുജന സംഘടനകളുടെ കരുത്തും പ്രാദേശിക വിഷയങ്ങളിലെ ഇടതുപക്ഷ പ്രവർത്തകരുടെ, പ്രത്യേകിച്ച് CPM പ്രവർത്തകരും അനുഭാവികളും നടത്തുന്ന ഇടപെടലുകളുമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇടതുപക്ഷ വിജയങ്ങൾക്ക് കാരണമായി മാറാറുള്ളത്. എന്നാൽ മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയാണ് ഒട്ടുമിക്ക ക്ഷേമ പദ്ധതികളും 1ഉം 2ഉം പിണറായി സർക്കാരുകൾ നടത്തിയിരിക്കുന്നത്. സർക്കാർ ഏറ്റവും കൂടുതൽ ധനസഹായം നൽകി വരുന്ന കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധിപ്പിച്ചാണ് നിലവിൽ നടത്തിവരുന്നത്. ഈ മേഖലകളിലെല്ലാം തന്നെ ഇടതുപക്ഷത്തിന് വ്യക്തമായ സ്വാധീനവുമുണ്ട്. അധികാര വികേന്ദ്രീകരണം കൂടുതൽ ഫലപ്രദമായി പ്രാദേശിക വികസനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന നിരവധി വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 9 വർഷമായി സർക്കാർ നടപ്പാക്കിയിരിക്കുന്നത്. ഈ കാലയളവിൽ തന്നെയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞവും സർക്കാർ നടപ്പാക്കിയത്. ഇതുവഴി അൺഎയ്ഡഡ് സ്കൂളുകളെ വെല്ലുന്ന രൂപത്തിലുള്ള സർക്കാർ സ്കൂളുകൾ മാറിയിരിക്കുന്നത്. ഇതിന്റെ തുടർച്ചയായി ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് അൺഎയ്ഡഡ് സ്കൂളുകൾ ഉപേക്ഷിച്ച് സർക്കാർ വിദ്യാലയങ്ങളിലേക്ക് ചേക്കേറിയത്. വലിയ ചില മാറ്റങ്ങൾക്ക് തിരികൊളുത്താൻ പിണറായി സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. എങ്കിൽ കൂടിയും അതിലേറെ വിവാദങ്ങൾക്കും തിരികൊളുത്തിയ വർഷങ്ങളാണ് കടന്നുപോയത്. ഇതെല്ലാം തന്നെ പിണറായിക്ക് 8ന്റെ പണിയാകും എന്നുള്ള ചർച്ചകളാണ് വരുന്നത്. അതായത് തൊഴിലാളി പാർട്ടിയാണെന്നും അതുപോലെ തന്നെ പാവപ്പെട്ടവന്റെ പാർട്ടിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ ഇരുന്നിട്ട് 9 വർഷക്കാലം കൊണ്ട് എന്ത് മാറ്റമാണ് ഈ പാവങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരാൻ പിണറായിക്ക് കഴിഞ്ഞത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അതിൻ്റെ കൂടെയാണ് ആശാ വർക്കർമാരും അങ്കണവാടിക്കാരും എല്ലാം സമര വേലിയേറ്റവുമായി സെക്രട്ടേറിയറ്റിൽ അണിനിരന്നത്. താഴെത്തട്ടിൽ CPM-ന് വേണ്ടി പണിയെടുക്കുന്ന കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകളുണ്ട്. അവർ തന്നെയാണ് ഈ പാർട്ടിയെ ഇപ്പോഴും താങ്ങി നിർത്തുന്നത്. അതായത് CPM-ന്റെ അടിത്തറ ശക്തമാണ്. അതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്.
UDFിന്റെയും BJPയുടെയും സംഘടനാ ദൗർബല്യം CPMന് മുതൽക്കൂട്ടും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇത്രയും അനുകൂല ഘടകമുണ്ടായിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് തിരിച്ചടി നേരിട്ടാൽ പിന്നെ മാസങ്ങൾക്കപ്പുറം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെ മുൻനിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇടതുപക്ഷത്തിന് കഴിയില്ല. പാർട്ടിയുടെ അന്തകനായി പിണറായി മാറിയെന്ന് ഒരു കൂട്ടം CPM നേതാക്കൾ തന്നെ പറയുന്നുണ്ട്. അതായത് പിണറായി വിജയൻ 9 വർഷക്കാലം ഭരണത്തിലിരുന്നതോടുകൂടി കുടുംബം ഉൾപ്പെടെ നടത്തിയിട്ടുള്ള അഴിമതി ആരോപണങ്ങളുടെ വലിയ കഥകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതെല്ലാം തന്നെ വലിയ രീതിയിൽ CPMന് തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്. പാർട്ടിക്കുള്ളിൽ പോലും ഒരു വിഭാഗം പിണറായിക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ഇടയിലെല്ലാം നടന്നിട്ടുള്ള CPM യോഗങ്ങളിലെല്ലാം തന്നെ പിണറായി വിജയനെയും കുടുംബത്തെയും വലിയ രീതിയിൽ വിമർശിച്ച് പൊതുമധ്യത്തിലേക്ക് വന്നു നിന്ന് പോലും CPMകാർ വിമർശിക്കുന്ന ഒരു ഘട്ടം നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ പിണറായി വിജയനാണ് ഈ പാർട്ടിയെ നശിപ്പിച്ചത് എന്ന് കൃത്യമായി ഒരു കൂട്ടം നേതാക്കൾക്കറിയാം. എന്നാൽ മറ്റൊരു കൂട്ടം നേതാക്കൾക്ക് അത് അറിയാമെങ്കിലും അവർ പിണറായി പേടിയിൽ ഒന്നും പറയുന്നില്ല. പിണറായിയെ മാറ്റി മറ്റൊരു തല കാണിക്കണം എന്നുള്ള ആവശ്യം ഉയരുന്നതും അതുകൊണ്ട് തന്നെയാണ്. VS പക്ഷത്തുണ്ടായിരുന്ന PK ഗുരുദാസൻ വലിയൊരു ബോംബായിരുന്നല്ലോ പൊട്ടിച്ചത്. അതായത് പിണറായി വിജയൻ മാത്രമേ ഈ പാർട്ടിയിലുള്ളൂ, മറ്റാർക്കും മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ യോഗ്യതയില്ലേ? P രാജീവും KN ബാലഗോപാലും MP രാജേഷുമൊക്കെ മുഖ്യമന്ത്രി കസേരയിലേക്ക് പരിഗണിക്കപ്പെടാവുന്ന പേരുകളാണ്. എന്തുകൊണ്ട് അവരെ ആരെയും ഉയർത്തിക്കൊണ്ടുവരാൻ തയ്യാറാകുന്നില്ല? മുഹമ്മദ് റിയാസിനെ തലപ്പത്തേക്ക് കൊണ്ടുവരാനാണ് നീക്കമെങ്കിൽ അതിനെ ശക്തിയുക്തം എതിർക്കുമെന്നും പരസ്യമായി പറഞ്ഞ ഒരുപാട് പേരുണ്ട്. തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാണ് ഉണ്ടാകാൻ പോകുന്നതെങ്കിൽ പിണറായി മത്സരിക്കില്ല എന്നുള്ളതും ഏതാണ്ട് ഉറപ്പാണ്. അത്തരമൊരു സാഹചര്യത്തിൽ പിണറായി തന്നെ സ്വയം ഒഴിഞ്ഞു മാറാനാണ് സാധ്യത. പിണറായി മത്സരിക്കാത്ത സാഹചര്യം ഉണ്ടായാൽ മാധ്യമങ്ങൾ കെട്ടിപ്പൊക്കുന്ന സർക്കാർ വിരുദ്ധ വികാരമെന്ന പ്രചാരണത്തിന്റെ മുനയൊടിക്കാൻ ശേഷിയുള്ള ഒരു നേതാവിനെ കൊണ്ടുവരാൻ CPMന് കഴിയണം. എന്നാൽ അങ്ങനെ ഒരാൾ ആരാണ്? അതാണ് MV ഗോവിന്ദനെ പോലും വലയ്ക്കുന്നത്. അവിടെ CPMകാരുടെ ഉള്ളിലുള്ള ഒരേ ഒരു പേര് KK ശൈലജയുടേതും K രാധാകൃഷ്ണന്റെയും P രാജീവിന്റെയും ഒക്കെ പേരുകളാണ്. അതിൽ മുന്നിൽ നിൽക്കുന്നത് KK ശൈലജയും. KK ശൈലജയെയാണ് CPM ഉയർത്തിക്കാട്ടുന്നതെങ്കിൽ കേരളത്തിന്റെ ആദ്യ വനിതാ മുഖ്യമന്ത്രിയെ കൊണ്ടുവന്നത് CPM ആണ് എന്നുള്ള പ്രചാരണവും അവർ അഴിച്ചുവിടും. സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ഇത്തവണ KK ശൈലജയെ CPM ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ കാരണം എന്താണ്? കാരണം പിണറായി വിജയന് കണ്ടുകൂടാത്ത ഒരു നേതാവായി ഒരു വേള KK ശൈലജ മാറിയിരുന്നു. KK ശൈലജയെ വെട്ടിയൊതുക്കാൻ മുന്നിൽ നിൽക്കുന്നത് പിണറായി വിജയൻ തന്നെയാണ് എന്നുള്ള ആരോപണം പാർട്ടിയിൽ പോലുമുണ്ട്. അത്തരത്തിൽ പിണറായിക്ക് അവമതിപ്പുള്ള ശൈലജയെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തിയത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ശൈലജയെ കാണിക്കാൻ വേണ്ടിയാണോ എന്നുള്ള ചോദ്യങ്ങളും ശക്തമായിരുന്നു. K രാധാകൃഷ്ണനാണെങ്കിൽ ആദ്യ ദളിത് മുഖ്യമന്ത്രി എന്ന പ്രചാരണത്തിനും CPM പൊലിപ്പിക്കും. നിലവിൽ ആലത്തൂരിൽ നിന്നും ലോക്സഭയിലേക്ക് മത്സരിച്ച് വിജയിച്ച രാധാകൃഷ്ണന് നറുക്ക് വീണാൽ MP സ്ഥാനം രാജിവെക്കേണ്ടതായും വരും. നായനാർ മന്ത്രിസഭയിൽ പിണറായി വിജയനൊപ്പം മന്ത്രിയായി പ്രവർത്തിച്ച പാരമ്പര്യവും K രാധാകൃഷ്ണനുണ്ട്. ഇവരിൽ 2 പേരിൽ ആരായാലും ഇത്തരം നീക്കത്തെ പ്രതിരോധിക്കാൻ പ്രതിപക്ഷം ശരിക്കും വെള്ളം കുടിക്കേണ്ടി വരും. കാരണം ആദ്യ വനിതാ മുഖ്യമന്ത്രി എന്ന പ്രചാരണമായാലും ആദ്യ ദളിത് മുഖ്യമന്ത്രി എന്ന പ്രചാരണമായാലും അത് നിഷ്പക്ഷ വോട്ടുകളെ സ്വാധീനിക്കുമെന്ന് മാത്രമല്ല UDFിന്റെയും BJPയുടെയും വോട്ട് ബാങ്കുകളിൽ വിള്ളലുണ്ടാക്കാൻ ഇതൊരു വജ്രായുധമാണ് എന്ന് CPMും കരുതുന്നുണ്ട്. പ്രതിപക്ഷം ഭയപ്പെടുന്നതും അതുതന്നെയാണ്. P രാജീവാണെങ്കിൽ പുതിയ കാലത്തെ മന്ത്രി എന്ന നിലയിൽ എതിരാളികളുടെ പോലും പ്രശംസ പിടിച്ചുപറ്റാൻ കഴിവുള്ള നേതാവാണ് എന്ന് CPM ഉറച്ചു വിശ്വസിക്കുന്നു. അതായത് ഈ 3 പേരും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെടാൻ എന്തുകൊണ്ടും യോഗ്യതയുള്ള നേതാക്കൾ തന്നെയാണ് എന്ന് CPMകാർ ഉറച്ചു പറയുകയാണ്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ ഒരു പട തന്നെ കോൺഗ്രസിലുണ്ടെങ്കിലും ഇവരുടെ വ്യക്തി താൽപര്യങ്ങൾ UDF അണികൾക്ക് പോലും ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്. പിണറായി സർക്കാരിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയാത്തതിന് അണികൾക്ക് മുന്നിൽ വ്യക്തമായ ഒരു മറുപടി പറയാൻ പോലും UDF നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. അതുമാത്രമല്ല ഇപ്പോൾ തന്നെ കൂട്ടയടി തുടങ്ങിയിട്ടുണ്ട്. അധികാരം കിട്ടിയാൽ മുഖ്യമന്ത്രി ആരാകണം എന്നത്. K സുധാകരനും ചെന്നിത്തലയും VD സതീശനും ചേരിതിരിഞ്ഞാണ് അടി നടത്തുന്നത്. കേരളത്തിലെ യഥാർത്ഥ പ്രതിപക്ഷം UDFും BJPയും ഒന്നുമല്ല, ഇവിടുത്തെ മാധ്യമങ്ങളാണെന്നാണ് മറ്റൊരു കൂട്ടർ പറയുന്നത്.
മറ്റു ചിലരാകട്ടെ പിണറായിയെ എതിർക്കുന്നവർ ആരാണോ അവരാണ് പ്രതിപക്ഷം എന്ന് പറയുന്നു. പിണറായി വിജയനെയും ഇടതുപക്ഷത്തെയും കടന്നാക്രമിക്കുന്നത് വലതുപക്ഷ മാധ്യമങ്ങളാണ് എന്നാണ് CPM വിമർശിക്കുന്നത്. പുതിയ കാലത്ത് മാധ്യമങ്ങളുടെ രീതി മാത്രമല്ല അജണ്ട കൂടിയാണ് മാറിപ്പോയിരിക്കുന്നത്. ഇത്രയും ശക്തമായി മാധ്യമങ്ങളുടെ ആക്രമണങ്ങൾ ഏറ്റുവാങ്ങേണ്ട സാഹചര്യം ഒരു കാലത്തും CPM-നുണ്ടായിട്ടില്ല. CPM-നെ പ്രത്യേകിച്ച് പിണറായി വിജയനെ മാധ്യമങ്ങൾ വേട്ടയാടുകയാണ് എന്നുള്ള ഒരു പ്രചാരണമൊക്കെയാണ് ഇടത് ഗ്രൂപ്പുകൾ ഉയർത്തിവിടുന്നത്. അതായത് പിണറായി വിജയൻ ശക്തനായ നേതാവായതുകൊണ്ട് പിണറായി വിജയനെ നോട്ടമിടുന്നു എന്ന് വരുത്തി തീർക്കാനാണ് ഏറ്റവും കൂടുതൽ മാധ്യമങ്ങളുടെ കൂരമ്പുകൾ ഏറ്റുവാങ്ങിയ മുഖ്യമന്ത്രി ആരെന്ന ചോദ്യത്തിന് ഒരു ഉത്തരമേ ഉള്ളൂ, അത് പിണറായി വിജയനാണ്. പിണറായി വിജയന് മാധ്യമങ്ങളുടെ താരാട്ടിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ ശക്തമായി തന്നെ മുന്നോട്ട് പോകും എന്നൊക്കെ സൈബർ ഇടത്തിൽ കമ്മികൾ അങ്ങ് വെച്ചലക്കുന്നത്. വീണ്ടും പിണറായി വിജയനെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാനാണ് ഈ സൈബർ കൂട്ടങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണഗതിയിൽ CPM മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കാറുള്ളത് PB അംഗങ്ങളെയാണ്. എന്നാൽ KK ശൈലജയും K രാധാകൃഷ്ണനും P രാജീവും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ മാത്രമാണ്. മധുരയിൽ നടക്കുന്ന CPM പാർട്ടി കോൺഗ്രസിൽ ഇവരിൽ ആരെങ്കിലും PB അംഗമാകുമോ എന്നതും കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് നിർണായകമാകും. പുതിയ PB-യിൽ നിന്നും പ്രായപരിധിയിൽ തട്ടി നിരവധി പേർ ഒഴിയുന്ന സാഹചര്യമുണ്ടായാൽ കേരളത്തിൽ നിന്നും ഒരാൾക്ക് അവസരം ലഭിക്കാനുള്ള സാധ്യതയേറെയാണ്. അതല്ലെങ്കിൽ പ്രായപരിധിയിൽ ഇളവ് നൽകി പിണറായി വീണ്ടും PB അംഗമായി തുടർന്നാലും പിന്നീട് ഒഴിയുന്ന സാഹചര്യം ഉണ്ടായാലും പുതിയ ഒരാൾക്ക് അവസരം ലഭിക്കും. അതിനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുന്നതല്ല. കേരള ഭരണം കൂടി നഷ്ടമായാൽ രാജ്യത്ത് ഒരു സംസ്ഥാനത്തും ഭരണമില്ലാത്ത അവസ്ഥയിലേക്ക് ഇടതുപക്ഷം എത്തും. അത്തരമൊരു അവസ്ഥയുണ്ടാകാൻ CPM ദേശീയ നേതൃത്വം മാത്രമല്ല പിണറായി പോലും ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പിണറായിക്ക് കണ്ടുകൂടെങ്കിലും ശൈലജയെ ഉയർത്തിക്കൊണ്ട് വരിക തന്നെ ചെയ്യും. ഇടതുപക്ഷത്തെ രാഷ്ട്രീയ യാഥാർത്ഥ്യം ഇതൊക്കെയാണെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇത്തവണയും ഇടതുപക്ഷം വിജയം ആവർത്തിച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പിണറായി വിജയൻ തന്നെയാകും ഇടതുപക്ഷത്തെ നയിക്കുക എന്നുള്ള ചർച്ചകളും ഉണ്ട്.